മലയാളത്തിൻ്റെ ദൃശ്യമാധ്യമ സംപ്രേഷണ ചരിത്രത്തിൽ അതിന് നാഴികക്കല്ലായി മാറിയ ഒന്നാണ് ഏഷ്യാനെറ്റിൻ്റെ ആരംഭം. ഏഷ്യാനെറ്റ് എന്ന ചാനൽ, അങ്ങനെ ഒരു സങ്കല്പം ആദ്യം രൂപം കൊള്ളുന്നത് ശശികുമാർ എന്ന മാധ്യമ പ്രവർത്തകൻ്റെ മനസ്സിലാണ്, സ്വപ്നങ്ങളിലാണ്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ അദ്ദേഹം. അക്കാലത്ത് ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർ, കലാപ്രവർത്തകർ എല്ലാവരും തന്നെ അക്കാര്യം മറന്നുപോയിരിക്കുന്നു. പുതിയ തലമുറയാവട്ടെ അതൊട്ട് അറിയാൻ ശ്രമിക്കുന്നുമില്ല. ആ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് ഞങ്ങൾ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ശശികുമാർ ഉന്നത ഉദ്യോഗസ്ഥനായി ഇരുന്ന കാലത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന 5 പേർ അവിടെ നിന്നും ഇറങ്ങി വന്നിട്ടാണ് ഏഷ്യാനെറ്റിന് തുടക്കം കുറിക്കുന്നത്. ശശികുമാറിനൊപ്പം ഇറങ്ങി വന്ന പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിലെ ക്യാമറമാൻ TG ശ്രീകുമാറാണ് എന്നോടൊപ്പം ഉള്ളത്. ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഒരുപാട് പേർക്ക് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത മഹത് വ്യക്തിത്വം. ഛായാഗ്രഹണ കലയുടെ രംഗത്ത് പതിറ്റാണ്ടുകൾ പരിചയ സമ്പത്തുള്ള TG ശ്രീകുമാർ, നമസ്കാരം. ഓർത്തെടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു ഏഷ്യാനെറ്റ് എന്ന ചിന്ത ശശികുമാർ നിങ്ങളൊക്കെയായി പങ്കുവയ്ക്കുന്നതും നിങ്ങളൊക്കെ അവിടെ നിന്നും ഇറങ്ങി വരുന്നതും? ശശികുമാർ സാറ് ഞാനിവിടെ അധികം നാൾ PTയിൽ വർക്ക് ചെയ്തിട്ടില്ല. PTയിൽ ഞാൻ വന്ന ശേഷമാണ്. അതിനുമുമ്പ് തന്നെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഏഷ്യാനെറ്റിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ എറണാകുളത്തെ ഓഫീസിലാണ് ജോയിൻ ചെയ്യുന്നത്. അതൊരു ന്യൂസ് ഇലക്ഷൻ സമയത്ത് ശ്രീദേവി, സഞ്ജയ് മോഹൻ ഇവരെയൊക്കെ കൂടെയായിരുന്നു ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയത്. അന്ന് PTIയുടെ ദൂരദർശനിൽ, ഡൽഹി ദൂരദർശനിൽ താനാപ്പാന എന്ന് പറഞ്ഞൊരു സ്റ്റോറി പോയിക്കൊണ്ടിരുന്നു. അതിനുവേണ്ടി സ്റ്റോറിയിലായിരുന്നു അന്ന് എൻ്റെ ജോലി, കേരളത്തിൽ നിന്നുള്ള. അന്ന് വലിയ സിനിമയിലെ വലിയ അറിയപ്പെടുന്ന ഡയറക്ടേഴ്സെല്ലാം അതിനുവേണ്ടി പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിന് വേറെ ചരിത്രമുണ്ട്. എങ്ങനെയാണ് ഏഷ്യാനെറ്റ് ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയതും റെജിമെൻറ്റിനകത്തേക്ക് വന്ന് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയെന്നുള്ളതിന് വേറെ കഥയുണ്ട്. അതിന് ഞാൻ പറയുന്നത് ഒട്ടും ശരിയല്ല, കാരണം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഏഷ്യാനെറ്റ് തുടങ്ങുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ മാധവൻകുട്ടി സാർ, മാതൃഭൂമിയിലുണ്ടായിരുന്ന മാധവൻകുട്ടി സാറിൻ്റെയൊക്കെ മേൽനോട്ടത്തിലാണ് ഇത് നടക്കുന്നത്. അന്ന് ഈ 5 പേര് റിസൈൻ ചെയ്ത് വന്നു എന്ന് താങ്കൾ പറഞ്ഞാൽ അതിനകത്തുനിന്ന് ആ കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. റിസൈനേഷൻ വരെയുള്ള ഒരു പൊസിഷനിലേക്ക് ഞാൻ PTയിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് അവിടെ നിന്ന് വന്ന വീരരാഘവൻ, പിന്നെ പോൾ സക്കറിയ, നമ്മളെ എഴുത്തുകാരനായ പോൾ സക്കറിയ, പിന്നെ ആരാണ് അവിടുത്തെ അക്കൗണ്ട്സിലുണ്ടായിരുന്ന ബാലേന്ദർ, പിന്നെ 2 പേര് കൂടി ഞാൻ പേര് ഓർക്കുന്നില്ല. ഇവരൊക്കെ കൂടിയായിരുന്നു അന്ന് അവിടെ നിന്ന് വരുന്നത്. അതിൻ്റെ കൂടെ ഭാഗ്യവശാൽ ഞാനും കൂടി ഉണ്ടായിരുന്നു. ശരിക്കും പറയണം, അതിൻ്റെ ആദ്യത്തെ ക്യാമറമാൻ, ഒഫീഷ്യലി ആദ്യത്തെ സ്റ്റാഫ് ഞാനല്ല, പക്ഷേ PTയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് ഏഷ്യാനെറ്റിന് വേണ്ടി വർക്ക് ചെയ്തു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ തകഴി ശിവശങ്കരപ്പിള്ളയുടെ ഒരു ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടാണ് ആദ്യം തുടങ്ങുന്ന ഏഷ്യാനെറ്റ്. അതിനു മുമ്പ് പല പരിപാടികളും ഡൽഹിയിലും ബോംബെയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇനോഗ്രേഷന് മുമ്പായിട്ട് നമ്മുടെ ഒരു അഡ്വർടൈസ്മെൻ്റൊക്കെ ചെയ്യുന്നൊരു ഇതാണ്, നമ്മുടെ മഴ കുട ഒക്കെ ചെയ്ത ആ അദ്ദേഹം കൂടി ചേർന്നിട്ടാണ് ആ വർക്ക് ചെയ്തത്, ആദ്യത്തെ തുടക്കം. അതിൽ ഞാൻ ഭാഗമൊക്കെ ആയിരുന്നു. അങ്ങനെ ആദ്യത്തെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ ഇനോഗ്രേഷനും എല്ലാം കഴിഞ്ഞ് പിന്നെ PTയുടെ ഏഷ്യാനെറ്റ് സ്റ്റാഫായിട്ട് ഞാൻ മദ്രാസ് ജോയിൻ ചെയ്യണം. ഇത് അവിടെ നിന്ന് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ തിരുവനന്തപുരത്ത് ഓഫീസിലേക്ക് ഞാൻ വന്നു. അന്ന് എൻ്റെ കൂടെ ആ സമയത്ത് ഞങ്ങൾ മുമ്പും ഒഫീഷ്യലി മുമ്പ് തുടങ്ങിയാണ് നമ്മുടെ ശരത്ത്, രാജൻ, ഇവരൊക്കെ അന്ന് പ്രൊഡ്യൂസർമാരായിട്ട് അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവരായിരുന്നു തുടക്കം. അത് കഴിഞ്ഞ് ഇവിടെ വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഏഷ്യാനെറ്റിൽ കുറേ അധികം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പ്രൊഡ്യൂസറായിട്ട് മാറി. ഒഫീഷ്യലി ഞാൻ സീനിയർ ക്യാമറാമാനായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ കുറേ പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്തു. ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു അന്ന് അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഈ സിനിമയിൽ നിന്ന് വന്നിട്ട് ഞാൻ ഈ പ്രൊഡ്യൂസർ എന്നുള്ളൊരു വേഷം, ഡയറക്ടറാണ് ശരിക്കും പ്രൊഡ്യൂസർ എന്നുള്ള ടെലിവിഷനിൽ അറിയപ്പെടുന്നത്. അങ്ങനെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ പണം മുടക്കുന്നതാണ്. ഇവിടെ പണം കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഇവിടെ. അതെ, അപ്പോൾ അതെ, അത് നമുക്ക് ആദ്യത്തെ ഒരു അനുഭവമാണ് അന്ന്. അങ്ങനെയുള്ളൊരു അനുഭവം. പ്രൊഡക്ഷൻ എന്ന കൺസെപ്റ്റ് തന്നെ വേറെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കാലത്ത് സിനിമയിൽ നിന്നും വന്ന് ഇതിനകത്തേക്ക് പലരും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഈ പ്രായക്കുറവിൽ ഞാനായിരുന്നു എന്ന് തോന്നുന്നു ആദ്യമായിട്ട്
അപ്പോൾ രവീന്ദ്രന്റെ എൻ്റെ കേരളം ആരംഭിച്ചു കഴിഞ്ഞു? ഇല്ല, തുടങ്ങിയിട്ടില്ല. തുടങ്ങിയിട്ടില്ല, അന്ന് അത് കഴിഞ്ഞിട്ടാണ് കൊച്ചിപ്പുഴ വന്നിട്ടാണ് എൻ്റെ കേരളം. അത് വേറെ ശരിക്കും പറഞ്ഞാൽ ഒരു ഔട്ട്സൈഡ് പ്രൊഡക്ഷൻ ആയിരുന്നു. ഏഷ്യാനെറ്റിൻ്റെ ആണെങ്കിലും ക്യാമറമാൻ ജയനൊക്കെ ആയിരുന്നു അതിന് വേണ്ടി വന്ന്, സണ്ണി ജോസഫ് അങ്ങനെ അവരൊക്കെ ആയിരുന്നു പറയും. ഞങ്ങൾ ഇൻഹോസ് ടീം ഉണ്ടായിരുന്നില്ല, അവരായിരുന്നു ചേരുന്നത് എൻ്റെ കേരളം. എൻ്റെ കേരളം ഞാൻ എനിക്കൊന്ന് ഒരു എപ്പിസോഡെന്തോ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതിനു മുമ്പ് ഞാൻ ഈ PTIക്ക് വേണ്ടി ചെയ്ത രവി, മറ്റേ സുകുമാർ, എന്താണ് പേരെന്താണ്, വേറെ പലരും അവരൊക്കെ ചെയ്തിരുന്ന പ്രോഗ്രാമിന് ഞാൻ ക്യാമറ വർക്ക് ചെയ്തിട്ടുണ്ട്, ഡൽഹി ദൂരദർശന് വേണ്ടി ചേരുന്ന. അപ്പം അന്ന് ഡൽഹി ദൂരദർശൻ ഞാൻ ഏതാണ്ട് 79 ഡൽഹി ദൂരദർശന് വേണ്ടി തുടങ്ങിയ. 83 ട്രിവാൻഡ്രം ദൂരദർശൻ തുടങ്ങി. ഞാൻ മുമ്പേ ഡൽഹിക്ക് വേണ്ടി മദ്രാസ് ടെലിവിഷന് വേണ്ടി ഞാൻ ചെയ്തു തുടങ്ങിയ. ഞാൻ 83, 84 ഞാൻ ട്രിവാൻഡ്രം ദൂരദർശന് വേണ്ടി ഏഷ്യാൻ്റെ ഒക്കെ. അത് കഴിഞ്ഞ് 10 കൊല്ലം ക്യാമറമാനായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അല്ല, സ്റ്റാഫല്ല. ഞാൻ ആദ്യത്തെ സ്ട്രിങ്കർ ഉണ്ട്, പീകോക്ക് ടെലിവിഷൻ, ബോബി ഉർമീസ്, ഫെഡറൽ ബാങ്ക്. അതെ, അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. അന്ന് ഞാൻ വിവിൻദാസ് സാറിൻ്റെ കൂടെ ആയിരുന്നു. അന്ന് ഈ വീഡിയോ ക്യാമറ അറിയാവുന്ന ഒരു സിനിമാക്കാരൻ എന്നൊരു. ഇല്ല, പീക്കുട്ടി മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി. അങ്ങനെ കുറേ അധികം വർക്ക് ചെയ്യാൻ ആദ്യകാലങ്ങളിലും പിന്നെയും എനിക്ക് അടുപ്പമുണ്ടായിരുന്നു. എന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ഉള്ളൊരു ക്യാമറാമാൻ ആക്കിയത് ബോബിയാണ്. പിന്നെ അങ്ങനെയാണ് ഞാൻ മനോരമയിലേക്ക് വന്നത്. കഴിഞ്ഞിട്ട് മനോരമയ്ക്ക് വേണ്ടി കുറേ വർക്ക് ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ ഏഷ്യാൻ്റെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മനോരമ പ്രൊഡക്ഷൻ ആരംഭിച്ചതാണ്. അങ്ങനെ ഒരു പ്ലാനിങ് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിരുന്നു. അത് കഴിഞ്ഞിട്ടൊക്കെ അത് കഴിഞ്ഞിട്ടാണ്. അന്ന് പീകോക്ക് ടെലിവിഷന് ബോബി ഉർമീസ് അന്ന് അതിൻ്റെ തലപ്പത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറെ പലരും അവിടെ വന്നു. അങ്ങനെ ആദ്യം മനോരമ വിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിരുന്നു മനോരമയുടെ. അത് കഴിഞ്ഞിട്ട് അവർക്ക് ദൂരദർശനിൽ ഒരു ടൈം സ്ലോട്ട്, ഈ ദൂരദർശൻ്റെ വേറെ ചാനലും കൂടി ഉണ്ടായിരുന്നു. അതിന് മനോരമ, മാതൃഭൂമി അങ്ങനെ 3-4 ചാനലുകൾ, പത്രങ്ങൾക്ക് ടൈം സ്ലോട്ട് കൊടുത്തിരുന്നു 2 മണിക്കൂർ. നമുക്ക് എന്ത് വേണമെങ്കിൽ അതെന്തോ ഒരു കേസൊക്കെ വന്നിട്ട് ആ പരിപാടി ഡ്രോപ്പായി പോയി. അപ്പോൾ അതിനുശേഷമാണ് ഏഷ്യാനെറ്റിലേക്ക് വരുന്നത്? അത് അതിൻ്റെ കൂടെ തന്നെ ഏഷ്യാനെറ്റിൽ വന്നു. ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് 93-ലാണ്. 93 വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻഹോസ് പ്രൊഡക്ഷൻസ് ആദ്യത്തെ സീരിയൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു. അതിന് മുമ്പ് ഒരു സീരിയൽ ഏതായിരുന്നു? അത് ചിരട്ടക്കണ്ടത്തിൽ കുടുംബവിശേഷം. അത് നമ്മൾ ഡയറക്ടർ നിസാറ ഡയറക്റ്റ് ചെയ്തത്. അതിനു മുമ്പ് പിന്നെ ഇത് നെടുപിടി വേണു പറഞ്ഞ ഡയറക്റ്റ് ചെയ്തിരുന്നു, ഒരു 13 എപ്പിസോഡുണ്ടോ. ഇത് നമ്മളൊരു 7 എപ്പിസോഡാണ് ആദ്യത്തെ ഇൻഹോസ്. ശരിക്കും പൂർണ്ണമായിട്ടൊരു ഇൻഹോസ് പ്രൊഡക്ഷൻ ആയിരുന്നു. ഡെയിലി സീരിയൽ എന്നുള്ള ശ്യാംസുന്ദറിന്റെ കൺസെപ്റ്റ് വരുന്നു പിന്നീട്. അതൊക്കെ പിന്നെ അത് കഴിഞ്ഞു. ശശികുമാറിന്റെ കാലത്തല്ല? അല്ല, ശശികുമാറിന്റെ കാലത്ത് തന്നെ. അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ. ശശികുമാർ അത് കഴിഞ്ഞ് സ്ത്രീ ജന്മം. അതിനു മുമ്പ് നമ്മൾ ഒരു സീരിയല്, അതിനു മുമ്പ് ശ്യാംസുന്ദർ ഗോകുലം ഒരു സീരിയൽ ആദ്യം വീക്കിലി ചെയ്തു ഏഷ്യാനെറ്റിൽ തന്നെ. അതിനിടയ്ക്ക് എന്തൊരു ഞാൻ ഇടയ്ക്ക് അത് ഇടയ്ക്ക് ഞാൻ ഏഷ്യാനെറ്റിൽ നിന്ന് വിട്ടുപോയി. അത് ഞാൻ വീണ്ടും ഒരു ചെറിയൊരു ബ്രേക്കിന് ശേഷം വീണ്ടും വന്ന് ജോയിൻ ചെയ്യും. വീണ്ടും ഞാൻ ബ്രേക്ക് എടുക്കുകയാണ് ചെയ്തത്. ഞാൻ അധികം നാൾ കണ്ടിന്യൂ ചെയ്തു. സാറിന്റെ കാലത്ത് തന്നെ? അതെ, ശശികുമാർ സാറിൻ്റെ കാലത്ത് നിന്ന് ശശികുമാർ സാറിൻ്റെ കൂടെ PTIയിൽ വർക്ക് ചെയ്തു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ശശികുമാർ സാറിൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നു. നിങ്ങൾ തെരഞ്ഞെടുപ്പ് ഏതെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ ആ സമയത്ത്? ആ സമയത്ത് അങ്ങനെ കാലത്തെ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് ചെയ്തത് ഏഷ്യാനെറ്റിൻ്റെ സമയത്ത് ഞാൻ അന്ന് ന്യൂസിൽ കുറച്ചാളുണ്ടായിരുന്നുള്ളൂ. ന്യൂസിൽ ഞാൻ ആദ്യമായിട്ട് ന്യൂസ് വായിക്കുന്നത് പുറത്തുനിന്നാണല്ലോ ഏഷ്യാനെറ്റ്? അതെ, സിംഗപ്പൂരോ ആദ്യം സിംഗപ്പൂർ. റീഡിങ്. അത് കഴിഞ്ഞിട്ട് നേരെ മലീന പോയി. റഷ്യയിൽ ആദ്യം റഷ്യയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് മദ്രാസിൽ വന്നു. കാരണം അത് സാറ്റലൈറ്റ് നമുക്ക് അവിടെ നിന്നാണ് സാറ്റലൈറ്റ് കിട്ടിയത്. റഷ്യൻ സാറ്റലൈറ്റാണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ പ്യുവർ ടെക്നിക്കൽ കാര്യങ്ങൾ എനിക്കറിയില്ല, അവിടെ നിന്നായിരുന്നു. അപ്പോൾ നമുക്കുണ്ടായിരുന്ന ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് നമുക്കെന്തോ പറഞ്ഞു കേട്ടുള്ള ഏതൊരു ടെലിഫോൺ ലൈൻ മാത്രമുള്ള ഒരു സാറ്റലൈറ്റ് എന്തോ അങ്ങനെ എന്തോ സാധനം നമ്മൾ ഭയങ്കര റെൻ്റൊക്കെ കൊടുത്താണ് അന്ന് എടുത്തത്. അത് ശേഷമാണ് അന്ന് ടേപ്പുമായിട്ട് നമ്മൾ ഇവിടുന്ന് ഫ്ലൈ ചെയ്യണം പതിവ്. അല്ല, ഇവിടുന്ന് ടെലികാസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളിലൂടെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമ്മുടെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിരിക്കുന്ന പത്മകുമാറാണ്. ഏഷ്യാനെറ്റിലുള്ള പത്മകുമാറാണ്, ഇപ്പോൾ റിട്ടയർ ആയി പുള്ളി.
പത്മകുമാറാണെന്ന് എനിക്ക് തോന്നുന്നു എല്ലാ ആഴ്ചയിലും പോയിക്കൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. വേറെ പലരും പോയിട്ടുണ്ട്. ഇന്നത്തെ ന്യൂസ് അവിടെ നിന്ന് സാറ്റലൈറ്റ് വഴി അല്ല, ന്യൂസ് അല്ല, നമുക്ക് പ്രോഗ്രാംസ് എല്ലാം എഡിറ്റ് ചെയ്തിട്ട് ഈ ബീറ്റ ടൈപ്പിലാക്കി ഒരു വലിയ പെട്ടിക്കകത്ത് ഇതെല്ലാം കൊണ്ടുപോകും. അവിടെ പോയിട്ട് ഇത് അവിടെ അല്ല, ഇത് കൊണ്ടുവരുന്ന ബീറ്റയായിരുന്നു. ബീറ്റ ഏഷ്യാനെറ്റ് തുടങ്ങിയപ്പോഴേ ബീറ്റ ഉണ്ട്. കാരണം അത് മാത്രമല്ല, ഞാൻ 93-97 ഒക്കെ വരുമ്പോൾ യുമാറ്റിക് തന്നെയായിരുന്നു, ദൂരദർശനായിരുന്നു. ദൂരദർശൻ വളരെ ശേഷമാണ് ഏഷ്യാനെറ്റ് ജനറേഷൻ അറിയേണ്ടതൊന്ന് യുമാറ്റിക് എന്നൊരു ടേപ്പ് ഉണ്ടായിരുന്നു. അത് ക്യാമറയുമായിട്ട് ഒരാൾ ഷൂട്ട് ചെയ്യും, തൊട്ടു പുറകിൽ VCR-ഉമായിട്ട് ക്യാമറമാൻ്റെ പുറകിൽ അതിനകത്താണ് ഈ ടേപ്പ് ഇടുന്നത്. എന്നിട്ട് റോൾ എന്ന് പറയുമ്പോൾ പുറകിലുള്ള ആള് റോൾ ചെയ്യും, ക്യാമറമാൻ മുമ്പിലുണ്ടാവും, അല്ലേ? അല്ല, അത് രണ്ട് തരത്തിലുണ്ടായിരുന്നു. അത് ഈ നമ്മൾ CCU കേബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ CCU കേബിൾ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ അതിങ്ങനെ ഒടിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ BNC കേബിൾ വർക്ക് ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് ഈ റെക്കോർഡിൽ അമർത്തേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയല്ലേ? അല്ല, ക്യാമറ ഉണ്ടായിരുന്നു, കേബിൾ ഉണ്ട്, കേബിളിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യും. പക്ഷേ കേബിൾ ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് BNC ഇട്ട് വർക്ക് ചെയ്യുന്നൊരു സിസ്റ്റത്തിൽ വന്നപ്പോഴാണ് നമ്മൾ സീരിയലിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഓൺ ഓഫ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഈ സീരിയലൊക്കെ വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ റീവൈൻഡ് ചെയ്യണമായിരുന്നു. ഒരു ഷോട്ട് കഴിഞ്ഞ് നമ്മൾ ടേപ്പ് ഇതുപോലെയല്ല, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ NG ഷോട്ടാണെങ്കിൽ റീവൈൻഡ് ചെയ്ത് ക്യൂ ചെയ്യും. ഈ ക്യൂ ചെയ്യേണ്ട ജോലി ക്യാമറ ഈ റെക്കോർഡിസ്റ്റിൻ്റെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് അത് ആ റീവൈൻഡിങ് സിസ്റ്റം. മറ്റേലും വർക്ക് ചെയ്യുമായിരുന്നു, CCU കേബിൾ ഇട്ടിട്ട് നമുക്ക് വർക്ക് ചെയ്യാമായിരുന്നു. ഞാൻ ഏഷ്യാനെറ്റിലേക്ക് വന്നപ്പോൾ ബീറ്റയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആദ്യം വന്നു തന്നെ നമ്മൾ അതും വലിയൊരു ബീറ്റ ടേപ്പ് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ സാധാരണ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ബീറ്റ എന്ന് പറഞ്ഞാൽ 30 മിനിറ്റിൻ്റെ ടേപ്പാണ്. നമ്മൾ 90 മിനിറ്റ്സ് ഉള്ള വലിയൊരു ടേപ്പ് ഉണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കും, ഞാൻ റഷ്യയിൽ പോയത് ഈ ക്യാമറയിൽ ഇത്രയും വലിയ ഡക്കും ഈ ഇപ്പോഴത്തെ A4 സൈസുള്ള പേപ്പറിന് അല്പം ചെറുതാണ് ആ റെക്കോർഡറും, അതാണ് ടേപ്പിന്റെ വലിപ്പം. അതെ, ആ ടേപ്പ്, ആ റെക്കോർഡർ ബീറ്റയുടെ 90 മിനിറ്റ്സ് ടേപ്പ് പോകുന്ന റെക്കോർഡറും അതിൻ്റെ ക്യാമറ 2 പീസ് ഞാൻ ഒറ്റയ്ക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് 3 പീസ് കോട്ടിട്ട് ഞാൻ റഷ്യയിൽ പോയി പ്രൈം മിനിസ്റ്റർ കൂടെ. ഇതും വെച്ചുകൊണ്ട് ഷൂവൊക്കെ ഇട്ട്, നമുക്ക് ഇങ്ങനത്തെ ഒരു ശീലങ്ങളൊന്നുമില്ല, ഈ റെക്കോർഡറും തൂക്കി ഇടുക. അതിന് മുകളിൽ പ്രൈം മിനിസ്റ്ററുടെ പരിപാടി ഏഷ്യാനെറ്റ് പോകുന്നു. വേറെ ചാനലുകളില്ല അന്ന്. ഇല്ല, പിന്നെ ഇവർ ഇന്ത്യൻ ന്യൂസ് റീലും മാത്രമേ ഉള്ളൂ. അന്ന് മാധവൻകുട്ടി സാറിൻ്റെ കെയറോഫിൽ 83-84 ആദ്യമായിട്ട് പോവുക. അവിടെ ചെന്ന് എനിക്കാണ് ഈ ഇത്രയും സാധനം ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. സാറിന് റെക്കോർഡർ പിടിക്കാൻ വേറെ അസിസ്റ്റൻ്റ് ഉണ്ട്, ഫോക്കസ് ഫുൾ ചെയ്യാൻ വേറെ ആളുണ്ട്. ഇങ്ങനെയൊക്കെ ശീലിച്ച് ഞാൻ ഈ ഒറ്റയ്ക്ക് ഈ സാധനമായിട്ട് പോവുക റഷ്യക്ക്. അങ്ങനെ ഒരു വലിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് നമുക്കിത് തൂക്കാൻ പറ്റുന്നില്ല. ശീലമില്ലാത്ത സാധനം, 3 പീസ് സൂട്ട്. കാരണം തണുപ്പ് മാത്രമല്ല, നമുക്ക് ആ ഡ്രസ്സ് ഇടണം അതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഓടുക, നമുക്ക് എവിടെയൊക്കെ പോകണം. അപ്പോൾ അങ്ങനെയുള്ളൊരു അനുഭവം എനിക്ക് ഏഷ്യാനെറ്റിൽ പോയിട്ട് കിട്ടി. ഞാൻ പ്രൈം മിനിസ്റ്ററുടെയൊക്കെ പല യാത്രകളും ചെയ്തിട്ടുണ്ടെങ്കിലും അല്ല, ഇന്ത്യക്കകത്തൊക്കെയാണ്. ആദ്യമായിട്ട് ഞാൻ ഇന്ത്യക്ക് പുറത്ത് പോകുന്നത് 94 ഉണ്ടാകുന്നതാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് പോകുന്ന അവിടെ. ഏഷ്യാനെറ്റിന്റെ പ്രൊഡക്ഷനുകളിൽ ഓർത്തു വെക്കുന്ന വേറെ എന്തൊക്കെയായിരുന്നു? അല്ല, ഏഷ്യാനെറ്റിന്റെ ആദ്യമായിട്ട് ഞാൻ ചെയ്തു രാജൻ്റെ കൂടെ തൃശ്ശൂർ പൂരം ചെയ്തു. പിന്നെ അമ്പലങ്ങളിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ അധികം ഡോക്യുമെൻ്ററീസ് ചെയ്തു. അന്ന് ഞാനും നാരായണനും 2 ക്യാമറമാരുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയും വർക്ക് ചെയ്യുന്നത് ഞാൻ. ഇപ്പോൾ ഡയാന സിൽവസ്റ്റർ, സുജ മോള്, ഇവരെല്ലാ പ്രൊഡ്യൂസേഴ്സിൻ്റെയും കൂടെ വർക്ക് ചെയ്യുന്നത് നാരായണൻ ഞാനും ഉണ്ടായിരുന്നു. കുറേ ആൾ കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രമായി. ഇവർക്ക് വേണ്ടിയൊക്കെ ഞാൻ ചെയ്തു. അവരെ 3 മൾട്ടി ക്യാമറ സെറ്റപ്പ് വർക്ക് ചെയ്യുക, എല്ലാത്തിൻ്റെയും ചാർജ് എനിക്കായിരുന്നു. കൂടുതൽ കുറേ വർക്കുകൾ ഞാൻ ചെയ്തു. കാരണം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന ആൾ ഞാനായിരുന്നു. മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു, നാരായണ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പക്ഷേ അങ്ങനെക്കാളും കൂടുതൽ എക്സ്പീരിയൻസും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ കുറേ അധികം വർക്ക് ഫുട്ടേജ് കുറേ ചെയ്യാൻ പറ്റി. ഈ ശ്യാമസുന്ദര കേരകേദാര ഭൂമി എന്നൊരു പാട്ടുണ്ട് ഏഷ്യാനെറ്റിന്റെ, അത് ചെയ്തത് ഓർമ്മയുണ്ടോ? ഇല്ല. ആരാണത് കൊണ്ടുവന്ന് അങ്ങനെ എന്തെങ്കിലും? അത് എനിക്ക് അത് മ്യൂസിക് ചെയ്തത് നമ്മുടെ അങ്ങനെയാണ്, A.R. റഹ്മാനാണ്. അന്ന് അങ്ങേര് ഇവരുടെയൊക്കെ അഡ്വർടൈസ്മെൻ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു കാലമായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഓർമ്മ ഇത്തിരി കുറവാണ് എനിക്ക്, അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. അതെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഷൂട്ടിങ്ങൊക്കെ നമ്മൾ ഈ ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നടന്നു. അത് നടന്നു. പിന്നെ കുറേ ഫില്ലേഴ്സ് ചെയ്തിരുന്നു. എനിക്കൊന്നും 100 കണക്കിന് ഫില്ലേഴ്സ്. അതിന് ഷൂട്ട് ചെയ്ത് ഫില്ലേഴ്സ് ഉണ്ടാക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. വെറുതെ ഇന്ത്യയിലെ പാലങ്ങൾ
ഇന്ത്യയിലെ പൂക്കൾ, മലകൾ, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇടുക, ഇടാൻ വേണ്ടി കുറേ അധികം സാധനങ്ങൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ദൂരദർശനിൽ അതൊന്നും ഇല്ലായിരുന്നു. അന്നില്ലായിരുന്നു. ദൂരദർശനിൽ തടസ്സം എന്ന് എഴുതി കാണിക്കും. അതെ, അന്ന് ഇത് അത് വാർത്ത വായിക്കുമ്പോഴും അല്ല മറ്റെന്തെങ്കിലും പരിപാടി വരുമ്പോൾ തടസ്സം എന്ന് എഴുതി കാണിക്കും. ഫില്ലേഴ്സ് കുറേ ഉണ്ടാക്കിയിരുന്നു. അത് പത്മകുമാറാണ് എൻ്റെ ആളായിട്ട് ഉണ്ടായിരുന്നത്. ഞാൻ ഈ പറഞ്ഞ പത്മകുമാർ ഞാനും കൂടി കുറേ എൻ്റെ പ്രൊഡക്ഷൻ്റെ എല്ലാത്തിനും പത്മകുമാറായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഞാൻ ലൈറ്റ് ക്യാമറ ആക്ഷൻ സിനിമാക്കാരെ വെച്ചുകൊണ്ടുള്ള അന്ന് ചെയ്തിരുന്നു. അപ്പോൾ എനിക്കൊരു സന്തോഷമുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ ഏഷ്യാനെറ്റ് തുടങ്ങിയ സമയങ്ങളിൽ എവിടെയെങ്കിലും പോയി നമ്മൾ ഏഷ്യാനെറ്റ് ആണ്, ഏഷ്യാനെറ്റ് എന്താണ് ഈ ഏഷ്യാനെറ്റ്, അതിങ്ങനെ സ്പ്ലിൻഡർ ലാൻഡിനെയാണ്, അതിൽ കൂടി കിട്ടും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പലരും ഇപ്പോൾ ഈ മമ്മൂട്ടി, മോഹൻലാലൊക്കെ ഇപ്പോൾ എത്ര പേര് സമ്മതിച്ചെന്ന് എനിക്കറിയില്ല. അവരൊക്കെ നമ്മൾ ഇൻ്റർവ്യൂവിനോ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ചോദിക്കും തനിക്ക് വല്ലതും കിട്ടുമോ, എന്നാൽ ഒരു ഇൻ്റർവ്യൂ വരാം. അന്ന് നമ്മൾ ഈ ലൈറ്റ് ക്യാമറ ആക്ഷൻ എല്ലായിടത്തും പോയി ഷൂട്ട് ചെയ്യും. അന്നൊരു സിനിമ പോലെ അന്ന് ഞാൻ മമ്മൂട്ടി, അതിന് മുമ്പൊരു കഥയുണ്ട്. മമ്മൂട്ടിയുടെ കൂടെ സുറുമ എന്ന് പറഞ്ഞൊരു ഈ ഫിലിം ബേസ്ഡ് സാധനം ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം, അങ്ങനെ ഒരു ഈ ലൈറ്റ് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സിനിമാ വിശേഷങ്ങൾ ചെയ്തൊരിക്കൊരു പരിചയം ഉണ്ടായിരുന്നു. നമ്മൾ ടേപ്പായിട്ടാണ് ഇറക്കിയിരുന്നത്. അപ്പോൾ മമ്മൂട്ടിയുടെ മനസ്സിലുള്ള ഒരു സാധനമാണ് ഞാനിവിടെ ലൈറ്റ് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഏഷ്യാനെറ്റ് വേണ്ടി ചെയ്തു. അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു ഫോർമാറ്റ് ഉണ്ടായിരുന്നു, അത് വെച്ച് ഞാനത് ചെയ്തു. പിന്നെ കോമിക്കോള എന്ന് പറയുന്നൊരു സാധനം ദിലീപ് നാദർഷയൊക്കെ അഭിനയിച്ച സാധനം ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. സിനിമയ്ക്ക് മുമ്പ്, അതെ, സിനിമയ്ക്ക് മുമ്പ് ഡയാന സിൽവസ്റ്റർ സിനിമയിൽ ചെയ്യുന്നതിനൊക്കെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു കോമഡി സാധനം അതായിരുന്നു. അത് കുറേ ചെയ്തു. പിന്നെ ഈ സിനിമയിൽ തന്നെ കുറേ അധികം എപ്പിസോഡ് ഞാനായത്. അന്ന് സിനിമാല എന്ന് പറയുന്നൊരു സാധനം എന്ന് വെച്ചാൽ ഈ പിന്നെ ഇപ്പോൾ വന്ന പോലത്തെ അല്ലായിരുന്നു സിനിമാല. അന്ന് സിനിമയിലെ കട്ടിങ്സ് ഇട്ടിട്ട് ഇടയിൽ വന്നിട്ട് നമ്മുടെ അതായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഷൂട്ടിങ്ങൊക്കെ ഞാനായിരുന്നു ക്യാമറ വർക്ക് ചെയ്യുന്നു ഡയാനയ്ക്ക് വേണ്ടി. ഡയാന ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഡയാന മദ്രാസിനോട് വന്ന് കൊച്ചിയിൽ വന്നിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഇതിൻ്റെയൊക്കെ നേതൃത്വം കൊണ്ട് പോൾ സെക്രട്ടറിയാണ്. എന്തെങ്കിലും സ്ക്രിപ്റ്റ് സൈഡിലുള്ള കറക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് പോൾ സെക്രട്ടറിയാണ്. അങ്ങനെ എനിക്കുണ്ടായൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് ഉണ്ടായെന്ന് വെച്ചാലും വളരെ സീനിയറായിട്ട് എന്നുവെച്ചാൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന പൂന ഫിലിം ഷൂട്ടിൽ പഠിക്കണം. അപ്പോൾ അവിടെ പഠിച്ചവരുടെ കൂടെ വർക്ക് ചെയ്യാൻ രാജൻ ശരത്ത് ഇവരെ കൂടെയൊക്കെ വർക്ക് ചെയ്യാനും, അതുപോലെ തന്നെ പുതിയതായി വന്നിട്ടുള്ള ഡയാന സുജമോള് അങ്ങനെയുള്ളവരുടെ കൂടെയും വർക്ക് ചെയ്യാൻ ഒരേ സമയം 2 വ്യത്യസ്ത രീതിയിലുള്ള ആൾക്കാരുടെ കൂടെ അവർക്ക് വേണ്ടപ്പെട്ടവനാണെന്ന് എൻ്റെ വിശ്വാസം അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ വർക്ക് ചെയ്യുക, അതിൻ്റെ കൂടെ സീരിയൽ ചെയ്യാൻ പറ്റി. മൾട്ടി ക്യാമറ എന്നുള്ള സാധനത്തിൻ്റെ ലൈറ്റിങ്ങും എല്ലാം അതും ചെയ്യാൻ പറ്റി. സ്റ്റുഡിയോയുടെ കൺട്രോൾ നമ്മളേക്ക് കിട്ടി. അന്നൊക്കെ ഇതിനൊക്കെ ഒരു ധൈര്യം കിട്ടിയെന്ന് ശശികുമാറിൻ്റെ നമ്മളോടുള്ള ഒരു സപ്പോർട്ടുണ്ട്. എനിക്ക് ഗുണവും ചെയ്തിട്ടുണ്ട്, ദോഷവും ചെയ്തിട്ടുണ്ട്. ശശികുമാർ സാറിൻ്റെ സപ്പോർട്ട് എനിക്ക് ഗുണവും ചെയ്തിട്ടുണ്ട്, വളരെ ദോഷവും ചെയ്തിട്ടുണ്ട് പല കാരണങ്ങളിലും. ശശികുമാർ ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ നിന്ന് ഇറങ്ങി. ഏഷ്യാനെറ്റിന്റെ തുടക്കകാലത്തെ ക്യാമറമാൻ ടി ജി ശ്രീകുമാർ, പോയ തലമുറയിലെ ഛായാഗ്രാഹകൻ, അദ്ദേഹം ആ പഴയ ഓർമ്മകൾ നമ്മളോട് പങ്കുവയ്ക്കുകയായിരുന്നു. അതിവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ചോദിച്ചറിയാം. അതിനുവേണ്ടി കാത്തിരിക്കുക. മറ്റൊരു ദിവസം കൂടുതൽ വിശേഷങ്ങളുമായി വരാം.